ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്നൊരു ട്രെയിലർ റിയാക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ സിനിമയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് പറയാനുണ്ട് അല്ലേ? അപ്പൊ സിനിമ തങ്കലാനാണ്. തങ്കലാൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, തങ്കം, സ്വർണത്തെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. സ്വർണത്തെ പറ്റിയുള്ള ഒരു സിനിമ തൊട്ട് മുമ്പ് വന്നത് KGF ആണ് ആക്ച്വലി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ പറയുക, നമ്മളിതിന്റെ ഒരു സിനിമയുടെ വൺ ലൈൻ ഒന്നും ആർക്കും അറിയില്ല. എന്നാലും നമുക്കിപ്പോ കിട്ടുന്ന അവൈലബിൾ ന്യൂസ് അനുസരിച്ച് ഇതൊരു വെറും ഒരു സിനിമയല്ല. അതായത് ഇത് ഇത് ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറെ ട്രൂത്ത്, സത്യം ആണെന്നാണ് ഒരു അതായത് ഈ സിനിമ ഇറങ്ങുന്നതോടുകൂടി ഒരുപാട് സത്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഇതിന് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ തങ്കലാൻ സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ സിനിമയിൽ നായകനായിട്ട് എത്തുന്ന നമ്മുടെ സ്വന്തം ചിയാൻ വിക്രമാണ്. വിക്രത്തിന്റെ 61ാമത്തെ ചിത്രമായിട്ടാണ് ഇത് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതി സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തും. അപ്പൊ അതിനെക്കുറിച്ച് ഓഗസ്റ്റ് 15-ന് സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തും. പാരഞ്ജിത്താണ് സിനിമ സംവിധാനം ചെയ്തത്. പാരഞ്ജിത്ത് ഇതിനു മുമ്പ് സംവിധാനം ചെയ്തിട്ടുള്ള സർപ്പേട്ട പറമ്പിലെ മൂവിയായിരുന്നു. കബാലി അത് പിന്നെ വൻ പ്രൊമോഷൻ ആയിരുന്നു. ഈ തങ്കലാനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിയാൻ വിക്രം ഏതാണ്ട് 4 വർഷമായിട്ട് ഈ സിനിമയുടെ പുറകിൽ. 2021 ഈ സിനിമയുടെ ഇങ്ങനെ പടം പാരഞ്ജിത്തായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അതെ, നെക്സ്റ്റ് ഇയർ ആണ് ഇതിന്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. ഒരു വർഷം അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഷൂട്ട് തീർത്തു. പക്ഷെ ഒരു ഷൂട്ട് തീർത്ത് എക്സാക്ട്ലി 1 ഇയർ കഴിഞ്ഞിട്ടാണ് എന്റെ ട്രെയിലർ. അതായത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഷൂട്ട് തീർന്നത്. ഈ വട്ടം ജൂലൈ ഒക്കെ ആയപ്പോ ഏതാണ്ട് ട്രെയിലറും ടീസർ വന്നിരുന്നു. പിന്നെ ഇപ്പൊ ട്രെയിലറും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ആ ട്രെയിലർ റിയാക്ഷൻ ആണ് ചെയ്യുന്നത്. ആ ട്രെയിലർ റിയാക്ഷൻ ചെയ്തതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വിക്രം ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര വലുതാണ്. എത്രയോ കിലോ വെയിറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി കുറച്ചു. പിന്നെ ആ സിനിമയിൽ വിക്രത്തിന്റെ ആ ഒരു ലുക്ക് പിന്നെ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഇമ്പാക്ട്. വിക്രത്തിന് ഇത് പുത്തരിയല്ല കാര്യം, ലൈക്കൊക്കെ ചെയ്ത് നമ്മൾ കണ്ടുള്ളതാണ് കുറെ പടത്തിൽ. ഹിസ്റ്റോറിക്കൽ ഡ്രാമ അല്ലേ? അതായത് ഇവര് പറയുന്ന അനുസരിച്ച് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, അതായത് ആക്ച്വലി KGF-ന്റെ കഥയാണ് ഇത്. ഈ KGF-ൽ ഉണ്ടായിരുന്ന 800 മില്യൺ കിലോളം സ്വർണം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കൊണ്ടുപോയി. പക്ഷെ അതിനെപ്പറ്റി ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ വേറെ ആർക്കും ഇത് അറിയില്ല. അപ്പൊ ഈ സ്വർണത്തിനെ ഇത് എടുത്തതിന്റെ റിയൽ സ്റ്റോറിയും പിന്നെ അതിന്റെ തെളിവുകളൊക്കെ ഇതിന്റെ ഈ പടത്തിൽ ഉണ്ടാവും എന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും സിനിമ നമ്മളെല്ലാവരും കാണേണ്ട സിനിമ തന്നെ. നമുക്ക് എന്തായാലും ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കിയാൽ. നമ്മൾ കണ്ടില്ല, കാരണം 1 മണിക്കൂറിന് മുമ്പാണ് ഇതിന്റെ ട്രെയിലർ പുറത്തു വന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ട്രെയിലർ കണ്ടിട്ട് നമ്മുടെ ട്രെയിലർ റിയാക്ഷൻ ഒന്ന് പറയാം. எக்ஸலன்சி மிஸ்டர் டமன் துரை அவரும் உங்க உபகாரம் நாடி இந்த கிராமத்துக்கு விஜயம் பண்ணிருக்காங்க. இது வேலை செய்து நம்மள விட ஆளே கிடையாது. இதெல்லாம் பண்ணுது. உனக்கு எல்லாம் விட்டு வச்சு போயிடும். இது முன்னெடுக்கிறது நம்ம உயிரை நாமே எடுக்கிறதுக்கு சமம். അയ്യോ 2 മിനിറ്റും 10 സെക്കൻഡും ഉണ്ട്. പോയതെന്ന് അറിഞ്ഞില്ല. കണ്ട തീർന്നൊന്നും അറിഞ്ഞിട്ടില്ല. അത്രയും
പക്ഷെ ഇതിനകത്തൊരു എനിക്ക് സ്ഥിരം തോന്നുന്ന ഒരു സംഭവം ആനിമൽ നമ്മുടെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഒരു ഇത് നടന്നു വരുന്നുണ്ട്, പിന്നെ മയില് ചാടി പോകുന്നത്, ഇതൊക്കെ ഒരു രസമുണ്ട്. ആ ഫ്രെയിം ഒരു ഭംഗിയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സ്ഥിരം പരിപാടി തീയുടെ ഒക്കെ VFX പാടാനുള്ള എല്ലാ ചാൻസിനകത്തുണ്ട്. KGF ആകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം സ്വർണം അതിനെ കുറിച്ചിട്ടാണല്ലോ സിനിമ. പക്ഷെ ട്രെയിലറിൽ അങ്ങനെ വലിയായിട്ട് ഒന്നും പറയാതെ ഒരു വേറൊരു ആംഗിളിൽ കൂടെ പോകുന്ന പോലെ എനിക്ക് തോന്നി. ഇതിനകത്ത് മേക്ക് ഓവർ ഒരു രക്ഷയില്ല, അസാധ്യം തന്നെ. ബ്ലഡ് ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഷോട്ടൊക്കെ ഭയങ്കരം, ഒരു രക്ഷയില്ല. എനിക്ക് പിതാമകന്റെ ആ ഒരു സംഭവം നമുക്ക് അതിനകത്തോട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ, ചെറുതായിട്ടെങ്കിലും. പക്ഷെ ആ ഡയലോഗ് ഉണ്ടല്ലോ, അവനല്ല അവളാന്നൊക്കെ പറയുമ്പോൾ ഒരു രസമുണ്ട്. മേക്കിംഗ് ഗംഭീരമായിരിക്കും. മേക്കിംഗ് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ഇരിക്കും ഈ സിനിമ. ഒരു ഹിസ്റ്റോറിക്കൽ സിനിമ ആകുമ്പോഴത്തേക്ക് ആ ഒരു മേക്കിങ്ങിന് വലിയൊരു ഘടകം തന്നെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആക്ഷൻ രംഗങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ വിക്രത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു നിലനിൽപ്പ് പോലെയാണ്. കാരണം ഇത് ആക്ച്വലി പറഞ്ഞ വിക്രത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടില് കുറച്ച് നാളായിട്ട് വലിയ ഒന്നും വരുന്നില്ല. കാര്യം ജയിലർ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു, ചിന്തിച്ചിട്ട് എനിക്ക് പോലും നല്ലൊരു പടം, പിന്നെ നല്ല പടങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഈ പറയുന്ന വലിയൊരു നമ്മൾ സാധാരണ തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കുന്ന ഒരു പടങ്ങളുണ്ട്, ലിയോ, അതുപോലത്തെ സാധനം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു ചേഞ്ച് ആവും മിക്കവാറും. പക്ഷെ ചിലപ്പം ചേഞ്ച് ആകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് തോന്നുന്നത്. എന്തായാലും ഓഗസ്റ്റ് 15-ാം തീയതി സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇവര് പറഞ്ഞതുപോലെ അല്ലെ, നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് സത്യങ്ങൾ ഈ സിനിമയിലൂടെ പുറത്തു വരും എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കത് കാത്തിരിക്കാം, ആ സത്യങ്ങൾ എന്താണ് എന്നറിയാൻ വേണ്ടി. അപ്പൊ ഓരോ ഇന്ത്യനും കണ്ടിരിക്കേണ്ട സിനിമയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റൊന്ന് നമ്മുടെ കമലഹാസന്റെ ഇന്ത്യൻ 2, അതും ശങ്കർ സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ 2 റിലീസിനായിട്ട് എത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ സിനിമ കണ്ട് ഉടനെ ഞങ്ങളുടെ സ്വന്തം റിവ്യൂ അങ്ങോട്ട് വരുന്നതായിരിക്കും. ഉള്ള കാര്യം ഉള്ളതുപോലെ നമ്മൾ നിങ്ങളോട് അങ്ങോട്ട് പറയും. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ബൈ.